സോ ഫാഷൻ വിത്ത് കീപ്പിംഗ് ഓൾ ട്രഡീഷണൽ ആസ്പെക്ട്സ് ഇൻ കൺസിഡറേഷൻ, അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ വരുന്ന പുതിയ തലമുറയ്ക്ക് അവർക്ക് വേണ്ട ഫാഷൻ എവർ ചേഞ്ചിങ് ഫാഷൻ ആണ്, ദറ്റ് ടു അറ്റ് ബഡ്ജറ്റ് റേഞ്ച്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഇന്ന് ഫാസിയോ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഫാസിയോയുടെ 9th സ്റ്റോറാണ് ഇവിടെ ഉള്ളത്. സോ ദറ്റ് ഈസ്, അപ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അഫോർഡബിൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനുള്ള ക്ലോത്ത്സും ഇവിടെ കിട്ടുന്നതാണ്. പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളൊരു ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യണം. എന്തായാലും എല്ലാവർക്കും ഗെയിം കളിച്ചോണ്ട് നമ്മൾ ആരും ഇവിടുന്ന് വെറുതെ പോവില്ല. ഇതെടുക്കണം. ഫുൾ എല്ലോയിഷായില്ലേ? 7,200 ആയിട്ടുള്ളൂ. അപ്പൊ ഇതോ 399. 1519. ഓക്കെ, അങ്ങനെ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് അടിച്ചു അല്ലേ? ഗോൾഡൻ ടച്ചുള്ള സാരി അതേ കളർ കര വരണം, വൈറ്റ് തുണി, ഫുൾ വൈറ്റ്. ഭംഗിയുണ്ടാവും. ഓല എന്താ പറയാ, ഇപ്പൊ അവിടെ അടുത്ത് ഞാനും ചാരനായി പോയതാണ്. ബ്ലാക്ക് സാരി ഇല്ലേ, ബ്ലാക്ക് സാരി, ബ്ലാക്ക് കുർത്ത, ബ്ലാക്ക് കര, ഓക്കെ, ബ്ലാക്ക് സാരി എടുക്കാം. അത് സെറ്റാണ്. അത് നിങ്ങളോ ബ്ലാക്ക് സാരി എടുത്താണ്. എങ്ങനെ നമുക്ക് ജയിച്ചണം? നിന്നിലെ ബാല്യം നീ മറക്കുന്നു. കിഡ്സിന് സെക്ഷൻ എവിടെയാ? നിങ്ങൾ എല്ലാ ഫ്ലോറും കയറി ഇറങ്ങേണ്ടി വരും ഇന്ന്, കാരണം അവിടെയാണ് അവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഹിന്റും ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കിഡ്സ് മോളാണ് ഇതിലില്ല. സാരിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത്. ഇത് ജയിച്ചേ പറ്റൂ. എന്താ ഞാൻ പറഞ്ഞ സാജാനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ തോൽവി നിങ്ങളൊരു പ്രശ്നമാക്കണ്ട, അടുത്തേലും നിങ്ങൾ ജയിക്കും. ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലെ കല്യാൺ സിൽക്സിലാണ്. കല്യാൺ സിൽക്സിന്റെ റീ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 8 യൂട്യൂബ് ഫാമിലിയും ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സൈന സൗത്ത് പ്രസൻസ് കല്യാൺ സിൽക്സ് എക്സ്പ്ലോറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ കല്യാൺ സിൽക്സ് എക്സ്പ്ലോർ ചെയ്യാൻ 8 യൂട്യൂബ് ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 8 യൂട്യൂബ് ഫാമിലിയും ഞാൻ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടീം എനെയാണ് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ടീം എ വായോ. അപ്പൊ നമ്മൾ ടീം എ കണ്ടു. എന്നെ നമ്മൾ വിളിക്കാൻ പോകുന്നത് ടീം ബി ആണ്. ടീം ബി സ്വാഗതം. ആദ്യം നിങ്ങളുടെ ഒരു ടീമിന്റെ ഒരു ക്യാപ്റ്റൻ ആരാന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. നിങ്ങൾ ക്യാപ്റ്റനെ തീരുമാനിച്ചോ? ക്യാപ്റ്റൻ ആരാണോ ഒരേ സ്വരത്തിൽ കാണിക്കുക? നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണോ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? അതുകൊണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ടീമിന്റെ ഒരു പേര് പറയൂ. പേര് കണ്ടുപിടിച്ചിട്ടുണ്ടോ? പവനായി. ഓക്കെ ക്യാപ്റ്റൻ, നിങ്ങളുടെ ഒരു ടീമിന് ഒരു പേര് പറയും എല്ലാവരും ആലോചിച്ചിട്ട്. ഒക്ടാഡ്. ഓക്കെ, ഇതാണ് ടീം എന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ സെഗ്മെന്റ് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെഗ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. കല്യാൺ ഫൺ ഷോപ്പിംഗ് എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര്.
അതായത് നിങ്ങൾക്ക് ഞാൻ 10,000 രൂപ തരും. ഓക്കെ, പോവാൻ പറ്റില്ല, അതുകൊണ്ട് ഷോപ്പ് ചെയ്യണം. അതായത് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യണം. അതായത് കുട്ടിക്ക്, അച്ഛന്, ഉപ്പക്ക്, ഉമ്മക്ക്, കുട്ടിക്ക്, ഈ എത്ര ആളുണ്ട് ഒരു ഫാമിലിയിൽ? ഒരു കുട്ടി, പാരന്റ്സ്. ഓക്കെ, ഇവർക്ക് വേണ്ടി ഷോപ്പ് ചെയ്യണം. അപ്പൊ അതിൽ 3 പേര് ആരാണെന്ന് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഫിക്സ് ചെയ്ത് പറയേണ്ടതാണ്. അപ്പൊ ആ 3 പേർക്ക് വേണ്ടി നിങ്ങൾ ഷോപ്പ് ചെയ്യണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല, മനക്കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് 3 പേര് ഒരു ഫാമിലി? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത് അവർക്ക് അടുത്ത ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആരായിരിക്കും 3 പേര്? എന്നാ ഷാജാൻ നിങ്ങള് 3 ആള് പോ. നിങ്ങള് 3 ആള് പോ. ആശീല, ആമി, ജൂബി എന്തായാലും എല്ലാവർക്കും ഗെയിം കളിച്ചോണ്ടിരിക്കും. നമ്മൾ ആരും ഇവിടെ വെറുതെ പോവില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ നേരത്തെ പ്ലാൻ ഒക്കെ ചെയ്ത ഓരോ കാര്യങ്ങള്? പ്ലാൻഡ് ആണ്. ഇനി അങ്ങ് പോയി ഷോപ്പ് ചെയ്താൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ പോയാലോ? ഓൾറെഡി നിങ്ങൾ പ്ലാൻ ചെയ്തോ ഷോപ്പിംഗ് ഡീറ്റെയിൽസ് ഒക്കെ? അപ്പം അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്യൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഷോപ്പ് ചെയ്യാൻ പോക്കോ. നമുക്ക് പാർട്ടി വെയർ ഇവിടെ അല്ലേ പാർട്ടി വെയറിന്റെ സാരി? നല്ല കളേഴ്സ് എടുത്തല്ലേ? ഏത് സെക്ഷനാ കാണിച്ചു തരുമോ? 1000 ഏതാ സെക്ഷൻ? അപ്പൊ എന്താ ഇവിടുത്തെ ഷോപ്പിംഗ് പരിപാടി? ഓക്കെ, ഇതെടുത്താ അന്നോട് കേട്ടിട്ട് പോലില്ല. അതെ, ഇതൊക്കെ കളക്ഷൻ കണ്ടിട്ട് വിസ്മയിച്ചിരിക്കുകയാണ് ഏതെടുക്കണം. കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. അതെ, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാം. ആകെ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എത്ര? 819. മീഡിയം. ഇതിനൊരു പാൻറ് കിട്ടും. സൈസ് എത്ര? ക്യാഷ് 34. 949. 949. അപ്പൊ കൂട്ടെ 2199. 4800 800 എത്ര? 800 800 1600 അല്ലേ? 1600. 1600. അത്ര ആയിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു വെസ്റ്റ് 899. 1374. ഇതെടുക്കണം. ഫുൾ എല്ലോയിഷായില്ലേ? 5,500. 200 ആയിട്ടുള്ളൂ. അപ്പൊ ഇതോ 399. 8,500. ടൈമില്ല, 10 മിനിറ്റ് ഇപ്പൊ കഴിയും. 569. 8,500 അല്ലേ? 8,500. ഷർട്ടോടെ അവിടെ അതാ പിങ്ക്. ഇത് കണക്കാം. 10 രൂപേന്റെ ഉള്ളിലേ വരുള്ളൂ. ഇതിനാണോ? ഇത് കൂട്ടിയാണ് ഇന്നലെ എത്ര? 179. ഒരു മതി. ഓക്കെ, ആദ്യത്തേത് പറയൂ. അത് 0 അടിക്ക്. ഇത് 0 അടിക്ക്. വരും അത് 599. നമ്മളെ ചതിക്കരുത്. കൈക്കൂലി വാങ്ങിക്കൂടോ? 324. കൈക്കൂലി വാങ്ങിക്കൂടോ? അങ്ങനെയൊന്നും പറയാതെ എനിക്ക് നിങ്ങളുടെ ഒരുപോലെ കേട്ടോ. 679. ആദ്യത്തെ പ്രൈസ് എത്ര? 1349. 49. 1519. ഓക്കെ, 1049. ഞാൻ ചെക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. 569. 399. 399. 429. 429.
869 4000 എനിക്ക് ഇതാണ് ആദ്യം വാങ്ങിയെന്ന് തോന്നുന്നു അല്ലേ 749 899 179 90 499 75 375 എമൗണ്ട് പറയരുത് കേട്ടോ ഒന്നുകൂടി കൂട്ടിയിട്ട് പറഞ്ഞാ പോരെ 349 819 ഉറപ്പാണോ? വേണോ വേണ്ടയോ? കുറയാം കൂടാം എന്ത് വേണം? എടുത്തോ, ഒരു പറയോ? പറങ്ങട്. ശരി, ഫൈൻ. എത്രയായിരുന്നു? 849. ലാസ്റ്റ് നമ്മുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്കൊരു നമ്പർ ഇടേണ്ട, അത് ഞാൻ ലാസ്റ്റ് പറയാം. വാശേറിയ ആദ്യ സെഗ്മെന്റിൽ വിജയികളായിട്ട് വന്നിട്ടുള്ളത് ടീം എ ഒക്ടാൻ. എങ്ങനെ ആരും ഈ പ്ലാനിംഗ് ഒക്കെ നടത്തിയത്? അങ്ങനെ പ്ലാനഡ് വന്നു. അങ്ങനെ പറഞ്ഞ പോലെ നിങ്ങള് ഫസ്റ്റ് അടിച്ചു അല്ലെ? ഇനിയുണ്ട് 2 സെഗ്മെന്റ്. നിങ്ങൾ ശവാക്കുന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി നമുക്ക് 2 സെഗ്മെന്റ് കൂടി ഉണ്ട്, ഇതുപോലെ വാശിയിൽ കളിക്കാം. ഓക്കെ, അതാണ് സ്പിരിറ്റ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്തത് കല്യാൺ റാം സ്റ്റാർ എന്നാണ് ഗെയിമിന്റെ പേര്. അതായത് നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു കപ്പിൾ ഇറങ്ങാം. ഓക്കെ, ആ കപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കപ്പിൾ ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ ഒരു സോൾമേറ്റ്, മേറ്റ് ഫോർ ഈച്ച് എന്നൊക്കെ തോന്നണം ഞങ്ങൾക്ക്. അപ്പൊ ആരാണ് കപ്പിളായിട്ട് ഇറങ്ങാൻ വേണ്ടി? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപ്റ്റൻ പറഞ്ഞ അപ്പില്ല, നൗഫലും വൈഫും. രണ്ടുപേരും വാശിയേറിയ ഒരു മത്സരത്തിന് തുടക്കമിടാൻ വേണ്ടി തോന്നുന്നില്ല. ഇല്ല, കാരണം ഒരു പരാജയം എന്തായാലും ഏറ്റുവാങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. കേൾക്കുന്നുണ്ട് ഇതൊക്കെ. അതെ, ഇല്ല. നല്ലത്. അപ്പൊ റെഡി ആണല്ലോ? അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വേണം. നിങ്ങൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ അതൊക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുക. ഓക്കെ, ഞങ്ങൾ എല്ലാവരും ജഡ്ജ് ചെയ്യും. ഓക്കെ, അപ്പൊ റെഡി ആണോ? ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ പറയുമ്പോ ഗോൾഡൻ ടച്ചുള്ള സാരി, അതേ കളർ കര വരണം, വൈറ്റ് തുണി, ഫുൾ വൈറ്റ്. ഇതിലുണ്ടോ നോക്ക് ഗോൾഡൻ കളർ, ഇങ്ങനത്തെ മോഡൽ ആള് ചോദിക്കും. ഏതാ എടുത്തോ, രണ്ടും എടുത്തോ. ബ്ലാക്ക് സാരി ഓലൊക്കെ അറിയാം അവിടെ അടുത്ത്. ഞാൻ ചാരനായി പോയതാണ്. ബ്ലാക്ക് സാരി ഇല്ലേ, ബ്ലാക്ക് സാരി, ബ്ലാക്ക് കുർത്ത, ബ്ലാക്ക് കര, ഓക്കെ, ബ്ലാക്ക് സാരി എടുക്കാം, അത് സെറ്റാണ്. അത് നിങ്ങളോ ബ്ലാക്ക് സാരി ഇട്ടാണ്. എങ്ങനെ നമുക്ക് ജയിച്ചണം? ചാരന്മാര് വരുന്നുണ്ടോ കേട്ടോ? സ്ലീവ് ഫുള്ളല്ലേ? സ്ലീവ് ഫുള്ളല്ലേ? ഇല്ല, പറഞ്ഞില്ല. മുണ്ടൂലടി ഞാൻ ഇഷ്ടം. നിങ്ങള് സാരി എന്നാ സാരി നല്ല പറഞ്ഞില്ലല്ലോ, അങ്ങനെ കാണല്ലോ അല്ലേ? നമ്മളും ബ്ലാക്ക്. സുഭാഷ് ബ്ലാക്ക് സ്റ്റോണുള്ള റിങ് എടുത്ത്, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് തന്നെയാണ്. ഓരോ റെഡും ബ്ലാക്കാണ് കേട്ടുള്ളത്. എന്നിട്ട് ഈ ഷോള് റോൾ ചെയ്യുന്നത് ഫോർ ബ്രൈഡ് അടിക്ക്. നമുക്ക് ആ ടൈപ്പിൽ റോൾ ചെയ്യാൻ അടിക്കും. ഇത് മതി. ഇത് ബ്ലാക്ക് ഓരോ ഏകദേശം ബ്ലാക്ക് എടുത്ത് തോന്നുന്നുണ്ട്. ഒരു ബ്ലാക്ക് എടുത്തിട്ടാ സിൽവറാ.
ഇത് മതി, ഇത് ഓക്കെയാണ്. സെറ്റാണ്. ഷോളും കൂടി എടുക്കാനോ? അത് മതി, അത് മതി. രണ്ട് ടീമിന്റെയും ഷോപ്പിംഗ് ഒക്കെ തീർത്ത് രണ്ട് ടീമിലെയും കപ്പിൾസ് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. എന്തിനാണ് റാംബാക്ക് ചെയ്യാൻ? ഈ റാംബാക്ക് കാണാൻ വേണ്ടിയിട്ട് രണ്ട് വിശിഷ്ട അതിഥികൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, വർദ്ധിക പ്രകാശ് ആൻഡ് അദ്വൈത് പ്രകാശ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ റാംബാക്കാണ്, റെഡി ആയിരിക്കുള്ളൂ, അവർ വരികയാണ്. രണ്ട് ടീമിന്റെ വളരെ മനോഹരമായിട്ടുള്ള റാംബാക്കാണ് നമ്മൾ കണ്ടത്. ഇനി വിന്നറെ സെലക്ട് ചെയ്യേണ്ട സമയമാണ്. അതിനുവേണ്ടി നമ്മുടെ കല്യാൺ സിൽക്സിന്റെ നെടും തൂണുകളായിട്ടുള്ള രണ്ട് പേരാണ് ഞാൻ സ്വാഗതം ചെയ്തത്, വർദ്ധിനി പ്രകാശ് ആൻഡ് അദ്വൈത് പ്രകാശ്. പ്ലീസ്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് വിന്നർ ആരാണെന്നാണ്. അതിനു മുമ്പ് ഈ ഒരു സന്തോഷത്തെ കുറിച്ച് രണ്ട് വാക്ക് മാം സംസാരിക്കണം. തീർച്ചയായിട്ടും ഫാഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എവർ ചേഞ്ചിങ്. ഇന്ന് കാണുന്നതല്ല നമ്മൾ നാളെ കാണുന്നത്. അപ്പം പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ട്രഡീഷണൽ ടച്ചും കൂടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതാവും. അപ്പം അതിനു വേണ്ടി ഏറ്റവും അത്രയും ബുദ്ധിമുട്ടിയും വളരെ ഇതായിട്ടാണ് കല്യാൺ സിൽക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫാഷൻ വിത്ത് കീപ്പിംഗ് ഓൾ ട്രഡീഷണൽ ആസ്പെക്ട്സ് ഇൻ കൺസിഡറേഷൻ, അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ വരുന്ന പുതിയ തലമുറയ്ക്ക് അവർക്ക് വേണ്ട ഫാഷൻ എവർ ചേഞ്ചിങ് ഫാഷൻ ആണ്, ദാറ്റ് അറ്റ് ബഡ്ജറ്റ് റേഞ്ച്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഇന്ന് ഫാസിയോ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഫാസിയോയുടെ 9th സ്റ്റോറാണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ഈസ് അപ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അഫോർഡബിൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനുള്ള ക്ലോത്ത്സും ഇവിടെ കിട്ടുന്നതാണ്. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് വന്നിട്ട് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ കാര്യം കൂടി തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ഇത് രണ്ട് വാക്ക് സംസാരിക്കും. എനിക്കും പറയാനുള്ളത്, നമ്മളിപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഫാഷൻ ഫോളോ ചെയ്യണ ഒരു, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരായാലും എല്ലാവരുടെയും ഡ്രസ്സിങ് സെൻസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ്. സോ ദാറ്റ് ഇസ് വൈ നമ്മൾ ഫാസിയോട് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കണത് അവരുടെ ഒരു ടേസ്റ്റിലും ഡിസൈനിലും വന്നിട്ട് ദേ വോണ്ട് ടു കീപ് ചേഞ്ചിങ് ദെയർ ഔട്ട്ലുക്ക്. സോ അതിന് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫാസിയോ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണ് ഇപ്പം നമ്മുടെ കല്യാൺ സിൽക്സിന്റെ ഔട്ട്ഫിറ്റ് വെച്ച് ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റാംബാക്ക് ചെയ്തത്. അപ്പം അതിന് വിന്നർ ആരാണ്? ഇപ്പം ആദ്യമായിട്ട് റാംബാക്ക് ചെയ്തത് ടീം എ ആണ്, ടീം ബി ആണ് രണ്ടാമത് റാംബാക്ക് ചെയ്തത്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇന്നത്തെ ഒരു വിന്നറെ സെലക്ട് ചെയ്യേണ്ട സമയമാണ്. ഇപ്പം ഞങ്ങൾ കാത്തിരിക്കുകയാണത് ആരാണെന്ന്. ഇപ്പം രണ്ട് ചോയ്സ് ഇരുന്ന് നമുക്ക് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ്. സോ എന്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി ബൂസ്റ്റ് അപ്പ് കോൺഫിഡൻസ്. നമുക്കൊരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സായിട്ട് ഇടുന്നത് എന്തുകൊണ്ടാണ് അത്? സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു പെർഫോം വെൽ എന്നൊരു തോന്നലുണ്ട്. സോ കല്യാൺ സിൽക്സിന്റെ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഡെഫിനറ്റ്ലി ബോത്ത് ഓഫ് ദം ഡിഡ് വെരി വെൽ. ആൻഡ് രണ്ടുപേരും അതേപോലെ തന്നെ യു മെയിൻറ്റെയിൻ യുവർ സ്മൈൽ ഓൾസോ. വളരെ നന്നായിരുന്നു. പക്ഷെ ഇപ്പം ഒരെണ്ണം എന്തായാലും പറയുന്നുണ്ട്. ഐ ആം ലെഫ്റ്റ് വിത്ത് no choice, but രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തു. സോ ഡെഫിനറ്റ്ലി മേ ബി ടീം എ. ഒരുപാട് സന്തോഷം മാം. നമുക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിലും കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂമുകൾ ഓപ്പൺ ആവട്ടെ, പ്രേക്ഷകർക്ക് പുതിയ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ഒരുപാട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
അപ്പോൾ നമ്മുടെ രാംബാഗ് കണ്ടു വിന്നറെ സെലക്ട് ചെയ്തു. ഈ 2 ഗെയിമിലും ടീം എ ആണ് വിജയിച്ചത്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും ടീം ബി തോൽവി സംഭവിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ട്രഷർ ഹണ്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 പോയിന്റെങ്കിലും അവർക്ക് വാങ്ങണ്ടേ. അപ്പോൾ നമ്മുടെ കല്യാൺ സിൽക്സിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ട്രഷറാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ആര് വിജയിക്കുമെന്ന്. അപ്പോൾ ട്രഷർ ഹണ്ടിന് മത്സരിക്കാൻ പോകുന്നത് ആരാന്ന് കാണണ്ടേ? വായോ. അപ്പൊ നിങ്ങളാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പെരിന്തൽമണ്ണിന്റെ കല്യാൺ സിൽസില് ഇവിടെ ഭയങ്കര കേട്ടോ ചലഞ്ചിങ് ഇപ്പോഴേ തുടങ്ങി. ഈ പെരിന്തൽമണ്ണിന്റെ കല്യാൺ സിൽസിൽ 4 ഫ്ലോറുകളാണുള്ളത്. അപ്പം ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് പാസിയോ, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ റണ്ണിങ് മെറ്റീരിയൽ ആണ്, സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് ഫുൾ നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടാണ്, തേർഡ് ഫ്ലോർ എന്ന് പറയുന്നത് കിഡ്സിനും മെൻസിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നിങ്ങൾ എല്ലാ ഫ്ലോറും കയറി ഇറങ്ങേണ്ട വരും ഇന്ന്. കാരണം അവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഹിന്റും ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് കല്യാൺ സിൽക്സിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ റെഡിയാണോ? അപ്പൊ ഞാൻ ആദ്യത്തെ ഹിന്റ് തരട്ടെ? ഓക്കെ. ഇത് ബുദ്ധി മാത്രം പോരാ, വല്ലതും മനസ്സിലാവുന്നുണ്ടോ? വളരെ എളുപ്പമുള്ള ഹിന്റുകൾ മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. എന്തായിരുന്നു നിങ്ങൾക്ക് ഹിന്റ്? ഇതാണ് ഇവിടുത്തെ ഹിന്റ്. എന്താണ്? കല്യാണത്തിന്റെ അതായത് 2 പേർക്കും കൊടുത്ത ഹിന്റ് ഒന്നാണെന്ന്. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ നമുക്ക്? ഞങ്ങൾ ഫോളോ ചെയ്യല്ലേ കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ തുടങ്ങാം. സെറ്റ് അല്ലേ? ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ലിഫ്റ്റ് ഇറങ്ങിയാൽ എത്തൂല, ഒരു ലിഫ്റ്റ് മോൾ പോവാ. അത് വരുമ്പോ തന്നെ സമയം സാധനം കഴിയുമ്പോ പറഞ്ഞ ആൻസർ മിഠായി തരാം. എവിടെ എന്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കുന്നത്? കുന്തം പോയാൽ കൊടുത്തിരുന്ന അപ്പം നല്ലതാണ്. നിങ്ങളുടെ സാധനങ്ങളെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. ഫുട്വെയർ മേലെയാണ് ഫസ്റ്റ് ഫ്ലോർ. നിന്നിലെ ബാല്യം നീ മറക്കുന്നു. കിച്ചൺ സെക്ഷൻ എവിടെയാ? രണ്ടാം നിലയിലെ രാജകുമാരി. ഞാനല്ലേ? കിഡ്സ് മോളാണ്. ഇതിലില്ല. സാരിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത്. അതിനെന്താണ്? ഇത് ജയിച്ചേ പറ്റൂ. ഇവിടെയാണോ? എങ്ങനെ ബാല്യം മറിക്കാന്ന് വലിയവരല്ലേ? എന്ത് കുട്ടികളിലുണ്ടാവും. രാജകുമാരിനെ കണ്ടുപിടിക്കുക. ഞാനാണ് രാജകുമാരി. 3ാമത്തെ റൗണ്ടിലും ടീം എ ജയിച്ചിരിക്കുന്നു. എന്താ മറ്റേ സെക്കൻഡ് ടീം വരണത്രേ ഉള്ളൂ. എത്തിയിട്ടില്ല. സംഭവം 10-15 മിനിറ്റ്. പക്ഷെ അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് വരുമ്പോ നോക്കാം. അവര് വന്നിട്ട് നിങ്ങള് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരണോ? ഇത് കാണുന്നുണ്ടോ? എന്താ പവനായി ശവമായി. അപ്പൊ ആൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് ലാസ്റ്റ് ഫ്ലോ വരെ എത്തിയിട്ടുണ്ട്. ടീം എ ഈ പരിപാടി വിജയിച്ചു. അതാണ് സ്പിരിറ്റ് കേട്ടോ. തോൽവി എന്നൊരു പ്രശ്നമില്ല അല്ലേ? ഞങ്ങള് തോറ്റാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സത്യം പറഞ്ഞ ഇവിടെ
വിജയം തോൽവിയൊന്നുമില്ല. കാരണം മലപ്പുറത്തെ പിള്ളേരാണ്, നമുക്കാണ് വിജയം. നമ്മൾ ഒരുമിച്ചാണ് ഇത് enjoy ചെയ്യുന്നത്. ആ സത്യം പറഞ്ഞാൽ നമ്മള് കല്യാൺ സിൽക്സിന്റെ എനിക്ക് സംശയം കല്യാണ സിൽക്കാർ കൈക്കൂലി കൊടുത്തുള്ള സംശയം. ഇത് ഇതിന്റെ മുന്നേ നിങ്ങൾ ഈ പ്ലാനിങ് ഒക്കെ അറിഞ്ഞുകൂടോ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ പവനായി ശവമായി. ശരിക്കും അറിഞ്ഞു പേരിട്ടോ അല്ലെങ്കിൽ അപ്പഴേ പറഞ്ഞു ഞാൻ ആ പേര് വേണ്ട. പേരിട്ട ആള് കേട്ടോ. ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ടീമിൽ ഞാൻ പറഞ്ഞ ഷാജാനും നിങ്ങൾക്ക് അടുത്തുണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓല് എന്തെങ്കിലും തോപ്പിച്ചോളൂ, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈ തോൽവി നിങ്ങളൊരു പ്രശ്നമാക്കണ്ട, അടുത്തേൽ നിങ്ങൾ ജയിക്കും. കണ്ടോ, ഇവർക്ക് ഇപ്പോഴും മാനസികത ഇവരെന്തറിയോ, ഈ തോറ്റിട്ട് മാനസികത ടീം ഇവര് മാറി. ഇപ്പോഴും ഞങ്ങളുടെ ടീമിൽ അവസാനം നമ്മളൊക്കെ ഒരൊറ്റ ടീമാണ്. ഒറ്റ ടീം ഇത് നമ്മുടെ വിജയം. അപ്പൊ ഒരുപാട് സന്തോഷം. നമ്മൾ സത്യം പക്ഷെ പറഞ്ഞ ഒരു കാര്യം കേട്ടോ, കൂടെ നിന്ന് ചതിക്കരുത്. ചെയ്യാൻ പാടില്ല. ആരാ അവിടെ ഗൂഗിൾ പേയിലെ പൈസ വാങ്ങി? ആരും വിഷമിക്കണ്ട, തോറ്റ സങ്കടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ചതിച്ചിക്കണെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ഒരാൾ നാളെ പേര് പറയില്ല, നാളെ പേര് പറയില്ല. കണ്ണട വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഊരിയിട്ടുണ്ട്. അപ്പൊ അതെ, കല്യാൺ സിൽക്സിന്റെ എല്ലാ ഫ്ലോറും നമ്മൾ സത്യം പറഞ്ഞ എക്സ്പ്ലോർ ചെയ്തു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഞാനൊരു 4 സാരി ഒക്കെ വാങ്ങിയിട്ടാണോ പോകുന്നത് കേട്ടോ. കൊടുത്തു നേരത്തെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു കല്യാൺ? സൂപ്പർ കളക്ഷൻസും എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കൈ നിറയെ സാധനങ്ങൾ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എല്ലാവിധ ആശംസ നേരാണ്. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവരും ഒന്നും കൂടെ കാണണം ഇതുപോലെ. ഓക്കെ, അപ്പൊ മലപ്പുറം ടീം എല്ലാവരുടെ ഒരു ബൈ പറയും.